എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ വീണ്ടും പരാതിയുമായി യാത്രക്കാർ. ഷാർജയിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് 11 മണിക്കൂറോളം വൈകി എന്നാണ് പരാതി. യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 4 മണിക്ക് ഫ്ലൈറ്റിൽ കയറ്റിയെങ്കിലും AC പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് വീണ്ടും ഇറക്കുകയായിരുന്നു. ഇതോടെ രാവിലെ മുതൽ എയർപോർട്ടിലെത്തിയ യാത്രക്കാർ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസം ദുബായ് ജയ്പൂർ വിമാനവും വൈകിയിരുന്നു. MSC എൽസ കപ്പൽ അപകടത്തിൽ വീണ്ടും ഹൈക്കോടതി നടപടി. മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ ഒരു കപ്പൽ കൂടി തടഞ്ഞു. വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട MVSC പോളോ എന്ന കപ്പൽ ആണ് തടഞ്ഞത്. കപ്പൽ കമ്പനി 73.5 ലക്ഷം രൂപ കെട്ടിവെക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. നഷ്ടപരിഹാരം തേടി ചരക്കുടമ നൽകിയ ഹർജിയിൽ ആണ് നടപടി. കോഴിക്കോട് തീരത്ത് വാൻഹായ് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ നിയമ നടപടികൾ തുടരുമെന്ന് കോസ്റ്റൽ AIG പഥം സിംഗ്. മംഗലാപുരത്ത് പോയി ക്രൂവിന്റെ മൊഴിയെടുക്കും. പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നും AIG വ്യക്തമാക്കി. വേനായി ഒരു പുതിയ വേനായി 503-ക്കെതിരെ നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒരു പെറ്റീഷണർ ഒരു കംപ്ലൈൻറ്റ് പരാതി പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ട്. അതിനെ ബന്ധമായി ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിൽമയുടെ ഡിസൈൻ അനുകരിച്ചതിന് സ്വകാര്യ ഡയറിക്ക് 1 കോടി രൂപ പിഴ ചുമത്തി കോടതി. മിൽന എന്ന സ്വകാര്യ ഡയറിക്ക് എതിരെയാണ് നടപടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതിയാണ് പിഴ ചുമത്തിയത്. 6% പിഴ പലിശ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മിൽമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു കോടതിയുടെ നടപടി. മഴ കനത്തതോടെ ഏത് സമയവും നിലം പതിക്കാമെന്ന നിലയിലാണ് ഇടുക്കി അടിമാലിയിലെ 2 വീടുകൾ. അടിമാലി ടൗണിന് സമീപം പുളിക്കുന്നിലാണ് മണ്ണ് ഇടിഞ്ഞതിനെ തുടർന്ന് 2 വീടുകൾ അപകടാവസ്ഥയിലായത്. ശക്തമായ മഴയിലാണ് അടിമാലി ടൗണിന് സമീപം പള്ളിക്കുന്നിൽ മണ്ണിടിഞ്ഞത്. 2 കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകളോട് ചേർന്നാണ് മണ്ണിടിച്ചിൽ. ഇതോടെ 2 വീടുകളും അപകടാവസ്ഥയിലാണ്. ഒരു വീടിന് പിൻഭാഗത്തേക്ക് മൺതിട്ട ഇടിഞ്ഞ് വീഴുകയായിരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ജലജ എന്ന സ്ത്രീക്ക് ഇതോടെ താമസിക്കാൻ ഇടമില്ലാതെയായി. മണ്ണിടിച്ചിൽ മൂലം സമീപത്തെ മറ്റൊരു വീടും അപകടാവസ്ഥയിലാണ്. കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇതോടെ വീടുകൾക്ക് നാശമുണ്ടാകുമെന്ന ആശങ്കയിലാണ് മറ്റ് താമസക്കാരും. ന്യൂസ് 18 അടിമാലി. ഭക്തി നിർഭരമായി കൊല്ലം ഓച്ചിറക്കളി. ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്ന് ഓച്ചിറക്കളിക്ക് എത്തിയവർ 8 കണ്ടം പടനിലത്ത് പടവെട്ടി മടങ്ങിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ആചാരാനുഷ്ഠാനങ്ങളോടെ 2 ദിവസമായിരുന്നു പടനിലത്ത് ഓച്ചിറക്കളി നടന്നത്. കളിയാശാന്മാരുടെ നേതൃത്വത്തിൽ യോദ്ധാക്കൾ പടനിലത്ത് അണിനിരന്ന് ശംഖനാദം മുഴങ്ങുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം. ഘോഷയാത്രയ്ക്ക് ശേഷമാണ് കരക്കളി ആരംഭിക്കുന്നത്. കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ നേടിയ ആയുധമുറകളും പോരാട്ടവീര്യവും പരബ്രഹ്മത്തിന് കാണിക്കയായി അർപ്പിക്കുന്ന ഓച്ചിറക്കളി കാണാൻ വൻ ഭക്തജന തിരക്കായിരുന്നു. പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത്. എട്ടുകണ്ടത്തിലും തകിടി കണ്ടത്തിലും യോദ്ധാക്കൾ അംഗം വെട്ടി. 3 മണിയോടെ കളിയാശാന്മാരും യോദ്ധാക്കളും പരബ്രഹ്മത്തെ വണങ്ങി അടുത്ത വർഷം കാണാമെന്ന ഉറപ്പിന്മേൽ കളരികളിലേക്ക് മടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. മഴക്കാല അപകടങ്ങൾ കുറയ്ക്കാൻ പരിശോധന